ഹലോ, ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഞാനും ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചോട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ 1.5 കിലോ ബീഫ് വാങ്ങിയതാണ്. ഇത്രയും തന്നെ ഞാൻ എടുക്കുന്നില്ല. അതിനകത്ത് നിന്ന് കുറച്ച് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 3/4 കിലോ ബീഫാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരഞ്ഞു പോകരുത്, പേസ്റ്റ് രൂപത്തിലൊന്നാകണ്ട. ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാൻ ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലും കൂടി വേണം കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പകുതി എല്ലും പകുതി ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കണം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ബീഫിൽ നിന്നും വരുന്ന വെള്ളം ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. സാധാരണ നമുക്ക് എത്രയാണോ ഓരോരുത്തരുടെ കുക്കറിന് അനുസരിച്ച് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുക കേട്ടോ. എല്ലും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ വേവണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതെനിക്കൊന്നും ഇതിൻ്റെ കോമ്പിനേഷൻ പുട്ടിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും. ഞാൻ പുട്ടിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെന്താ 2 ദിവസം അത് തന്നെയാണ് ഞാൻ ചോറിന് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട. ഇത് ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അത്രയും തന്നെ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബീഫ് വാങ്ങുമ്പം ഇത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ കമൻസ് അറിയിക്കുക കേട്ടോ. ഞാനിവിടെ ചോറിന് ആ കറിയും കായ് വറവും കൂടി ഉണ്ട് കേട്ടോ. ഇതും കൂടിയാണ് കഴിക്കുന്നത്. എന്തെങ്കിലും ഒരു വറവും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.